ഒരിക്കൽ ഭഗവാൻ ശിവൻ കണ്ണടച്ച ധ്യാനത്തിലിരിക്കുകയായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ നെറ്റിയിലെ മൂന്നാം കണ്ണിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി ജനിച്ചു. അവൾക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു, വിഷത്തെ മുഴുവൻ വലിച്ചെടുക്കാൻ. അതുകൊണ്ട് അവൾക്ക് വിഷഹരി എന്ന് പേരിട്ടു. വിഷഹരി എന്നത് പ്രധാനമായും മനസാദേവിയെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് മനസാദേവി. വിഷത്തെ ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥത്തിലാണ് വിഷഹരി എന്ന പേര് അവൾക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള പ്രദേശങ്ങളിൽ സർപ്പവുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ദേവതയായി അവരെ ആരാധിച്ചു പോരുന്നു. ജനിച്ചയുടൻ വിഷഹരി കുഞ്ഞു കണ്ണു തുറന്ന് ശിവന്റെ കഴുത്തിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കഴുത്തിൽ നീല നിറത്തിലുള്ള ഒരുപാട് വിഷം ഇരിക്കുന്നത് കണ്ടു. പിതാവിന് ഇത് കാരണം വല്ലാതെ വേദനിക്കുന്നുണ്ടാവുമല്ലോ എന്ന് അവൾ വിചാരിച്ചു. ഒരു മകളെ പോലെ അവൾക്ക് സ്നേഹം തോന്നി. ഒട്ടും വൈകാതെ ആ കുഞ്ഞു വിഷഹരി ശിവന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന വിഷം മുഴുവൻ തന്റെ ചെറിയ ശരീരത്തിലേക്ക് വലിച്ചെടുത്തു. പിതാവിന്റെ വേദന മാറ്റാൻ അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. എന്നാൽ ആ വിഷം അത്രയും ശക്തിയുള്ളതായിരുന്നു. കുഞ്ഞു വിഷഹരിക്ക് ആ വിഷം കാരണം മരണം അടുത്തെത്തി. തന്റെ കുഞ്ഞുമകളുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട മഹാദേവൻ ഉടൻ ആ വിഷം മുഴുവൻ തന്റെ കണ്ഠത്തിലേക്ക് തന്നെ തിരികെ എടുത്തു. അങ്ങനെ വിഷഹരി രക്ഷപ്പെടുകയും ചെയ്തു. തന്റെ മകളുടെ സ്നേഹവും ത്യാഗവും കണ്ട് ശിവൻ വല്ലാതെ സന്തോഷിച്ചു. ഇതൊരു മകൾക്ക് പിതാവിനോടുള്ള സ്നേഹത്തിന്റെയും പിതാവിന് മകളോടുള്ള വാത്സല്യത്തിന്റെയും മനോഹരമായ കഥയാണ്. ഹർ ഹർ മഹാദേവ്.